പാവനാത്മനെ കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. വരവായ ആത്മദാനമായി, വരവായി ദൈവശക്തിയായി, അറിവായ ആത്മഭാവമായി നിറയൂ ദാസരിൽ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. കൃപയും വരവും നൽകണമേ, കരുണയോടെ കാത്തരുളണമേ. തവദാസർ പാടിടാം നിൻ സ്തോത്രഗീതങ്ങൾ, തിരുനാമം വാഴ്ത്തുവാൻ നിൻ ശക്തി നൽകണമേ. റൂഹായേ വന്നിടേണമേ. വരവായ ആത്മദാനമായി, വരവായി ദൈവശക്തിയായി, അറിവായ ആത്മഭാവമായി നിറയൂ ദാസരിൽ വരൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ മാതാവിനോടൊപ്പം ചേർന്ന് നാം ആഘോഷിക്കുന്നത് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാളാണ്. വിജ്ഞാനികളിൽ വിജ്ഞാനിയും വിജ്ഞാനികളിൽ വച്ച് വിശുദ്ധനുമായ വിശുദ്ധ തോമസ് അക്വീനാസ് തൻ്റെ പുസ്തകങ്ങളിലൂടെ കർത്താവായ യേശുവിനെ ഒരുപാട് വ്യക്തികൾക്ക് നൽകാൻ പരിശ്രമിച്ചു. തൻ്റെ പ്രവർത്തനത്തിലൂടെ, പ്രസംഗങ്ങളിലൂടെ ഒരുപാട് ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിക്കൊടുത്ത വിശുദ്ധൻ. വളരെ പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവൻ 5 വയസ്സുള്ളപ്പോൾ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ബെനഡിക്റ്റൻ സഭയിൽ ചേർത്തു. അവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹം കർത്താവിനെ കുറിച്ച് കൂടുതലായി അറിയുകയും ഡൊമിനിക്കൻ വൈദികനായി തീരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചു. 2 കൊല്ലത്തോളം അദ്ദേഹത്തെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അങ്ങനെ പല പ്രലോഭനങ്ങളെയും അതിജീവിച്ച് 1250 അദ്ദേഹം വൈദികനായി. തുടർന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. തുടർന്ന് അദ്ദേഹം കുർബാനയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി. അതിൽ തൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതിയതിനു ശേഷം സക്രാരിയെ മുൻപിൽ വച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഞാൻ അവിടത്തെ കുറിച്ച് എഴുതുവാൻ യോഗ്യനല്ല. കർത്താവെ, അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന്. കർത്താവിൻ്റെ അരുളപ്പാട് അദ്ദേഹത്തിന് ലഭിച്ചു: നീ എന്നെക്കുറിച്ച് നന്നായി എഴുതി. അങ്ങനെയാണ് ആ പുസ്തകം ആദ്യമായി അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നത് സഭയുടെ ദൈവശാസ്ത്ര പണ്ഡിതനെയാണ്. സഭാ വിജ്ഞാനികളിൽ ഒരാളാണ് ഇദ്ദേഹം.
എങ്കിലും വളരെ വിനയാന്വിതനായ ഹൃദയത്തോടുകൂടി പെരുമാറിയവനാണ്. ഒരിക്കൽ തൻ്റെ കൂട്ടുകാർ ഇപ്രകാരം പറഞ്ഞു, ഒരു കാള ആകാശത്തൂടെ പറന്നു പോകുന്നു. അപ്പോൾ തോമസ് എത്രയും പെട്ടെന്ന് പുറത്ത് വന്ന് നോക്കി. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, കാള എപ്പോഴെങ്കിലും പറന്നു നടക്കുന്നത് താൻ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഒരു സന്യാസി കള്ളം പറയുന്നതിനേക്കാൾ എളുപ്പം കാള ആകാശത്തൂടെ പറന്നു നടക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ഒരു സന്യാസി കള്ളം പറയുന്നതിനേക്കാൾ എളുപ്പം ഒരു കാള ആകാശത്തൂടെ പറന്നു നടക്കുന്നത് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്ന്. അത്രത്തോളം തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന വ്യക്തി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർത്താവിനെതിരായി പാപം ചെയ്യുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിനെ മാറ്റം വരുത്താം. കൂടുതൽ കർത്താവിനോട് അടുത്തിടപഴകാം, സക്രാരിയോട് ചേർന്ന് ജീവിക്കാം, വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധി പ്രാപിക്കുവാനായിട്ടുള്ള വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അറിഞ്ഞും അറിയാതെയും ഈ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാൻ നമ്മിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപമാലിന്യങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ തോമസ് അക്വിനാസിനെ വിശുദ്ധിയുടെ തീഷ്ണതയാലും ദിവ്യ സത്യങ്ങളുടെ പഠനത്താലും അങ്ങ് ഉത്കൃഷ്ടനാക്കിയല്ലോ. അദ്ദേഹം പഠിച്ചത് ബുദ്ധിശക്തി വഴി ഗ്രഹിക്കാനും അദ്ദേഹം ചെയ്തത് അനുകരണത്തിലൂടെ പൂർത്തിയാക്കുവാനും വേണ്ട കൃപാവരം ഞങ്ങൾക്കും നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്ക് നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചില സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്.
മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവനെ നീതി നടത്തി കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തെ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 4, തിരുവചനങ്ങൾ 21 മുതൽ 25 വരെ. അക്കാലത്ത് യേശു ജനത്തോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്താതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. അപ്പവും വീഞ്ഞുമാനിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ? ഇവർ ചെയ്ത പാപങ്ങൾക്കൊരു മുൾക്കിരീടമായി ശിരസാവഹിച്ചോരു നാഥ, ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നും അങ്ങേക്കു ഞാൻ ജീവൻ തരാം. എന്നിലെ ശീമോൻ കളവു പറഞ്ഞാലും പൂങ്കോഴിക്കൂവും മുമ്പൊരു വട്ടം പോലും തള്ളിപ്പറയിക്കല്ലേ മനമേ. ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നും. കർത്താവേ, അങ്ങയുടെ അവതാരത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള അപ്പവും വീഞ്ഞുമാനിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ? ഇവർ ചെയ്ത പാപങ്ങൾക്കൊരു മുൾക്കിരീടമായി ശിരസാവഹിച്ചോരു നാഥ, ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നും. അങ്ങേക്കു ഞാൻ ജീവൻ തരാം.
എന്നിലെ ശീമോൻ കളവു പറഞ്ഞാലും പൂങ്കോഴിക്കൂവും മുമ്പൊരു വട്ടം പോലും തള്ളിപ്പറയിക്കല്ലേ മനമേ. ജീവിതമാം കാൽവരിയിൽ മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നും. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധ തോമസ് അക്വീനാസിന്റെ തിരുനാളിൽ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ ബലി അങ്ങേ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനത്താൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളെയും പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഏകമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങേ വിശുദ്ധരുടെ വിസ്മയവഹമായ പ്രഖ്യാപനത്താൽ അങ്ങയുടെ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായകമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്ന അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങയുടെ രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കാൻ അവരുടെ സുദീർഘമായ മാതൃക വഴി ഞങ്ങൾ പ്രചോദിതരാവുകയും ഭക്തി നിർഭരമായ മാധ്യസ്ഥം വഴി നിരന്തരം ഞങ്ങൾ പരിപോഷിതരാവുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവെ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേയാത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന
എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിൻ്റെ വിശുദ്ധനായ വിശുദ്ധ തോമസ് അക്വീനാസിനോടും എല്ലാ വിശുദ്ധന്മാരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥം സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരയണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. സ്വർഗീയമന്ന എനിക്കായെന്നും വിളമ്പി വീരുന്നായി വരുന്നെൻ്റെ നാഥ. മാർഗമായും മാർഗദീപമായും എൻ്റെ മുൻപേ നടക്കുന്ന നാഥ. എന്തൊരാനന്ദമാണെൻ്റെ ഈശോ. ഒരുപാടു നാളായി നീയൻ ചാരേ നിന്നിട്ടും വഴിപാട് പോലെ ഞാൻ വെറുതെ കടന്നു പോയി. അളവില്ലാ സ്നേഹത്താൽ കരതാരു നീട്ടി നീ എൻ പേരു ചൊല്ലിയും പിന്നാലെ വന്നല്ലോ. എന്തൊരു സ്നേഹമെന്നാഥാ, എന്നെ പൊന്നുപോൽ കാക്കുന്ന നാഥ. അറിയുന്നു ഞാൻ എന്നെ പിരിയാത്ത നിൻ സ്നേഹം അകലില്ല ഇനിമേലെ നാഥ. നിന്നെ പിരിയില്ല ഒരു നാളും നാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവന്റെ അപ്പമായ ക്രിസ്തുവാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഇവരെ ഗുരുനാഥനായ ക്രിസ്തു വഴി ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ തിരുനാളിൽ അങ്ങേ സത്യം അവർ ഗ്രഹിക്കുകയും സ്നേഹത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.